ഒരു മനോഹരമായ ഈ മേഖലയിൽ തന്നെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല മനോഹരമായ ഒരു കുളമാക്കി ഈ പുളിയലക്കുളത്തിനെ മാറ്റും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ തിരൂർക്കാട് പുളിയനക്കുളത്തിന് ശാപമോക്ഷമാകുന്നു. വർഷങ്ങളായി പായലും ചെളിയും മാലിന്യവും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്ന കുളം ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 20 ലക്ഷം രൂപയും മഞ്ഞളാംകുഴി അലി MLA അനുവദിച്ച 15 ലക്ഷം രൂപയും ഉൾപ്പെടെ 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ പ്രധാനപ്പെട്ട ശുദ്ധജല സ്രോതസ്സാണ് തിരൂർക്കാട് പുളിയനക്കുളം. വർഷങ്ങളായി പായലും ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ് നാശോന്മുഖമായ സ്ഥിതിയിലായിരുന്നു കുളം. മങ്കട മണ്ഡലത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ പുളിയനക്കുളം നവീകരിക്കണമെന്ന ആവശ്യമുയർന്നതോടെ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്താണ് കൂടുതൽ സൗകര്യങ്ങളോടെ കുളം നവീകരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ജനങ്ങളെ എന്നോട് ഉന്നയിക്കുകയും അത് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും അവരുടെ എൻ്റെ ഈ താല്പര്യപ്രകാരം അത് പഞ്ചായത്ത് ഏറ്റെടുത്ത് അതിനെ ആ ഭരണസമിതി നമുക്ക് ഫണ്ട് വെക്കുകയും ഈ പ്രാവശ്യം നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നു ചേർന്നുള്ളത്. അതിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമീപ പഞ്ചായത്തുകളിൽ നിന്ന് പോലും കുട്ടികൾ നീന്തൽ പരിശീലനത്തിനായി തിരൂർക്കാട് പുളിയനക്കുളത്തിലെത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 20 ലക്ഷം രൂപയും മങ്കട മണ്ഡലം MLA മഞ്ഞളാംകുഴി അലിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപയും ഉൾപ്പെടെ 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരിക്കുന്നത്. മുൻകാലങ്ങളിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നുവെങ്കിലും ആദ്യമായാണ് വലിയ രീതിയിലുള്ള നവീകരണം നടക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. ഞങ്ങൾ ഈ പ്രദേശത്ത് മെമ്പർമാരെന്ന നിലക്ക് ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ ദാമോദരൻ അടക്കമുള്ള മെമ്പർമാരും ഇവിടുത്തെ യുവജനങ്ങളും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു പദ്ധതിയാണ് ഈ പുളിയലക്കുളം നവീകരണം. MLA ഫണ്ടിൽ നിന്ന് മഞ്ഞളാംകുഴി അലി MLA 15 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം രൂപയും വകയിരുത്തി അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞു. ഇതിൻ്റെ വർക്ക് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. പായൽ നീക്കം ചെയ്താലും വീണ്ടും കുളത്തിൽ പായൽ നിറയുന്ന സ്ഥിതിക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഭരണസമിതി. എല്ലായിടത്തും ഇത് വെല്ലുവിളിയാണെന്നും കുളത്തിൽ പായൽ നിറയുന്നത് തടയാനാവശ്യമായ ശ്രമം നടത്തുകയാണെന്നും ഷബീർ കറുമുക്കിൽ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വർക്ക് തീർക്കുകയും വരും വർഷങ്ങളിൽ അതിൻ്റെ ഒരു മനോഹരമായ ഈ മേഖലയിൽ തന്നെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല മനോഹരമായ ഒരു കുളമാക്കി ഈ പുളിയലക്കുളത്തിനെ മാറ്റും. അതിൽ പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതിൽ ചണ്ടി വരുന്നൊരു സ്ഥിതിയുണ്ട്. അത് ഞങ്ങൾ കൃഷി ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് പല ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട് അതിനൊരു മാർഗം കണ്ടെത്താൻ ഞങ്ങൾ ആലോചിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾ അതിനൊരു മാർഗം എന്താണെന്നുള്ളത് ആലോചിക്കുകയാണ്. അത് സമീപത്തെ ഈ പഞ്ചായത്തിലല്ല മറ്റു സമീപത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ ആ ഒരു വിഷമമുണ്ട്. ഇവിടുത്തെ യുവാക്കളാണ്, ഇവിടുത്തെ ആളുകളാണ് ഇത് മറ്റേ ഈ ചണ്ടിയൊക്കെ കോരൽ, ക്ലബ്ബുകളും ഇവിടുത്തെ പൊതുജനങ്ങളാണ് ഈ ചണ്ടി കോരൽ. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഈ പുളിയലക്കുളത്തിലെ ഏറ്റവും നല്ല മാതൃകാപരമായ ഒരു കുളമാക്കി മാറ്റാൻ ഈ ഭരണസമിതി മുൻകൈയെടുത്തു, മെമ്പർ മുൻകൈയെടുത്തു. ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ പോവുകയാണ്. നവീകരണം പൂർത്തിയായാൽ മികച്ച ഒരു നീന്തൽ പരിശീലന കേന്ദ്രമായി ഇവിടം മാറും. കൂടാതെ നാട്ടുകാർക്ക് കുളിക്കുന്നതിനും മറ്റും ഉപയോഗപ്പെടുത്താനും സാധിക്കും. മുൻഭാഗത്ത് കൂടുതൽ പടവുകൾ നിർമ്മിച്ച് പാർശ്വഭിത്തി കെട്ടി കുളം സംരക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ മഴക്കാലത്തും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ മേൽക്കൂര നിർമ്മിക്കാനുള്ള ഫണ്ട് വകയിരുത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അറിയിച്ചു. ഇവിടുത്തെ ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ആശ്രയമാകുന്ന രീതിയിലുള്ള നീന്തൽ പരിശീലനം ചെറിയ കുട്ടികൾക്ക് ഞങ്ങൾ ഈ കുളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ചെറിയ സ്റ്റെപ്പ് മാത്രമാണ് ഒരു ഭാഗത്തുണ്ടായിരുന്നത്. ഈ സ്റ്റെപ്പ് പരിപൂർണമായി ഇതിൻ്റെ കുളത്തിൻ്റെ ഫ്രണ്ടേജ് മുഴുവനും സ്റ്റെപ്പാക്കുകയും ആ സ്റ്റെപ്പിന് വരും നാളുകളിൽ അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടുകൊണ്ട് മഴ കൊള്ളാത്ത രീതിയിൽ ആളുകൾക്ക് നീന്തൽ പരിശീലനം നടത്താൻ, കുട്ടികൾക്കൊക്കെ നീന്തൽ പരിശീലനം നടത്താൻ ഇവിടുത്തെ സ്കൂളുകളെ, പഞ്ചായത്തിലെ സ്കൂളുകളിലെ കുട്ടികൾക്കൊരു നീന്തൽ പരിശീലന സൗകര്യം ഏർപ്പെടുത്താനാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത്. നേരത്തെ കുളം നവീകരിക്കാൻ ഫണ്ട് വകയിരുത്തിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പ്രവൃത്തികൾ തുടങ്ങാൻ സാധിച്ചിരുന്നില്ല. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാവുന്നതോടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച നീന്തൽ പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നായി പുളിയനക്കുളം മാറും. നാടിന്റെ പ്രധാന ജലസ്രോതസ്സിനെ എക്കാലവും സംരക്ഷിച്ചു നിർത്താനുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി. ചാനൽ 10 പെരിന്തൽമണ്ണ.
ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.